കോഴിക്കോട് ജില്ലയുടെ മലയോര മേഖലകളിൽ ശക്തമായ മഴ തുടരുകയാണ്. തൊട്ടുമുക്കം കിഴക്കേപ്പറമ്പിൽ ബാബുവിന്റെ വീടിന്റെ ചുറ്റുമതിൽ തകർന്നു. ചെറുപുഴയിൽ വെള്ളം കയറിയിരിക്കുകയാണ്. ഷാദ് റഹ്മാൻ വിവരങ്ങളുമായി. ഷാദ്, ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ പലയിടത്തും ശക്തമായ മഴയാണ്. ഇപ്പോൾ റെഡ് അലേർട്ട് നൽകിയിരിക്കുന്ന ജില്ല കൂടിയാണ്. ഇപ്പോൾ മലയോര മേഖലകളിൽ നേരത്തെ വലിയ പ്രശ്നങ്ങളില്ലായിരുന്നു. ഇപ്പോൾ വീടിന്റെ ചുറ്റുമതിൽ തകർന്ന ദൃശ്യങ്ങൾ കാണുന്നു. വലിയ രീതിയിൽ പ്രശ്നങ്ങൾ തുടങ്ങിയോ? സ്മൃതി, ഗുഡ് മോർണിംഗ്. അതായത് കോഴിക്കോട് ജില്ലയിൽ ഇന്നലെയും ഇന്നുമായിട്ട് മഴയുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കോഴിക്കോട് ബീച്ചിലാണ്. ഈ സമയത്ത് നേരിയ തോതിലുള്ള ചെറിയ ചാറ്റൽ മഴ മാത്രമാണുള്ളത്. പക്ഷേ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ഇപ്പോൾ അല്പസമയം മുൻപ് വന്നിട്ടുണ്ട്. അതായത് അടുത്ത 3 മണിക്കൂറിനുള്ളിൽ കോഴിക്കോട് ഒപ്പം തന്നെ മലപ്പുറം ജില്ലകളിൽ അതിശക്തമായിട്ടുള്ള മഴയുണ്ടാകും എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പായിട്ട് ഇപ്പോൾ വന്നിട്ടുള്ളത്. 40 കിലോമീറ്റർ വരെ വേഗത്തിൽ വീശുന്ന കാറ്റും ഉണ്ടാകും. അതുകൊണ്ട് എല്ലാവരും ജാഗ്രത പാലിക്കണം എന്ന അറിയിപ്പ് ഇപ്പോൾ അല്പസമയം മുൻപ് വന്നിട്ടുണ്ട്. അതേസമയത്ത് മലയോര മേഖലകളിൽ ഇന്നും ശക്തമായിട്ടുള്ള മഴ തന്നെയുണ്ട്. പ്രത്യേകിച്ച് ഈ ചെറുപുഴകളൊക്കെ തന്നെ നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യമാണുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാനും സാധിക്കും. അതായത് തോട്ടുമുക്കം കിഴക്കേപ്പറമ്പിൽ ബാബുവിന്റെ വീടിന്റെ ചുറ്റുമതിലാണ് ഇന്നലെ രാത്രി മുതൽ ഇന്ന് വരെ പെയ്തുകൊണ്ടിരിക്കുന്ന ഈ മഴയിൽ കുതിരുകയും പിന്നീട് അത് നിലം പതിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. അതേ സമയത്ത് ഈ ചെറിയ ഈ മരങ്ങൾ, അതായത് ഈ തെങ്ങ്, അതുപോലെ തന്നെ റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ചെറിയ മരങ്ങളൊക്കെ ഇത്തരത്തിൽ കടപുഴകി വീഴുന്നുണ്ട്. ചില്ലകൾ കടപുഴകി വീഴുന്നുണ്ട്. ചില ഇടങ്ങളിൽ വൈദ്യുതികളൊക്കെ താറുമാറാകുന്ന സാഹചര്യമുണ്ട്. പക്ഷെ അങ്ങനെ വലിയ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ നിലവിലെ സാഹചര്യത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല. നമ്മൾ നിൽക്കുന്നത് കോഴിക്കോട് ബീച്ചിലാണ്. ബീച്ചിലും ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ട്രോളിംഗ് ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ കാര്യമായിട്ട് മത്സ്യബന്ധനത്തിന് ആളുകൾ പോകുന്നില്ല. അതേ സമയത്ത് ചെറു വള്ളങ്ങളിലൊക്കെ പോകുന്ന ആളുകൾ, പരമ്പരാഗത മത്സ്യബന്ധനം നടത്തുന്ന ആളുകൾ മാത്രമാണ് ഇത്തരത്തിൽ മത്സ്യബന്ധനത്തിനായിട്ട് പോകുന്നത്. അത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ കാര്യമായിട്ട് ആരും തന്നെ മത്സ്യബന്ധനത്തിനൊന്നും പോവുകയും ചെയ്യുന്നില്ല. എന്തായാലും നിലവിൽ കോഴിക്കോടും പരിസര പ്രദേശങ്ങളിലും വരുന്ന 3 മണിക്കൂറിൽ അതിശക്തമായിട്ടുള്ള മഴ ഉണ്ടാകും എന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പുറപ്പെടുവിച്ചിട്ടുള്ളത്. മലയോര മേഖലകളിൽ ശക്തമായിട്ടുള്ള മഴ തുടരുകയാണ്. സ്മൃതി, ശരി, മഴ തുടരുന്നു. ഇപ്പോൾ നഗരത്തിൽ വലിയ പ്രശ്നങ്ങളില്ല. പക്ഷേ ഇപ്പോൾ മലയോര മേഖലയിൽ നിന്നും ചില പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. ഒരു വീടിന്റെ ചുറ്റുമതിൽ തകർന്നിരിക്കുന്നു. ചെറുപുഴയിൽ വെള്ളം കയറിയെന്നടക്കമുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ഷാദ് റഹ്മാൻ നൽകുന്നത്.